ശ്രീ ജയചന്ദ്രൻ, സുപ്രീം കോടതിയിൽ ശബരിമല യുവതീ പ്രവേശനം ഒരിക്കൽ കൂടി എത്തുന്നു എന്ന വാർത്തകൾ വന്നപ്പോൾ ആദ്യം ചോദിച്ച ചോദ്യം, ഇവിടെ ഉണ്ടായ ചോദ്യം, സർക്കാരിൻ്റെ നിലപാട് എന്തായിരിക്കും, സർക്കാരിൻ്റെ നിലപാടിൽ ഒരു മാറ്റമുണ്ടാകുമോ എന്നതാണ്. ഇന്ന് CPM സംസ്ഥാന സെക്രട്ടറി പറഞ്ഞത് മാറാത്തതായി ഒന്നുമില്ല, സർക്കാർ തീരുമാനമെടുക്കും, വിശ്വാസികളുടെ താല്പര്യവും ജനാധിപത്യവും ഒരുപോലെ സംരക്ഷിക്കേണ്ടതുണ്ട് എന്നാണ് പറഞ്ഞത്. അതിൽ പക്ഷേ ഒരു വ്യക്തതയില്ല. എന്താണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ പാർട്ടി എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തതയില്ല. സമവായം വേണം എന്ന് വിജയരാഘവൻ പൊളിറ്റ് ബ്യൂറോ മെമ്പറാണ്, അദ്ദേഹവും പറയുകയാണ്. എന്താണ്, ഏതെങ്കിലും വിധത്തിലുള്ളൊരു മാറ്റം ഉണ്ടാകുമോ? ചില നിലപാട് മാറ്റമൊക്കെ ഉണ്ടാകുന്ന ഒരു ലക്ഷണം ഈ നേതാക്കളുടെ വാക്കുകളിലൊക്കെ പ്രകടമാണ് താനും. ഇത് അതിന്റെ ഏറ്റവും പ്രകടമായ ഒരു അഭിപ്രായം അല്ലെങ്കിൽ വ്യക്തമായ ഒരു നിലപാട് ഇക്കാര്യത്തിൽ മറ്റൊരാൾ എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. അത് NSSന്റെ ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായർ. അദ്ദേഹം പറഞ്ഞത് സർക്കാർ അന്ന് ചെയ്ത 2018 കോടതി വിധിയും അനുബന്ധ നടപടികളും, പിന്നെ NSS ആണല്ലോ ഏറ്റവും മുമ്പിൽ നിന്ന് ആദ്യം എതിർപ്പുമായി നാമജപ ഘോഷയാത്രയും ഒക്കെയായിട്ട് മുമ്പിൽ നിന്നിരുന്നത്. അതിനുശേഷം ആ തരത്തിലേക്ക് ഒരു നിലപാട് സ്വീകരിക്കാൻ, ഭക്തജനങ്ങൾക്ക് വിരുദ്ധമായ നിലപാട് സ്വീകരിക്കാൻ, ആചാരങ്ങൾക്ക് വിരുദ്ധമായ നിലപാട് സ്വീകരിക്കാൻ ഗവൺമെന്റ് ഇതുവരെ തയ്യാറായിട്ടില്ല. ഞങ്ങൾ അതിൽ വിശ്വസിക്കുന്നു എന്നാണ് സുകുമാരൻ നായർ പറഞ്ഞത്. വിശ്വാസികൾ, ഭക്തജനങ്ങൾ, കേരളീയ പൊതുസമൂഹം എന്താണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? അതൊരു കാര്യം. മറ്റൊന്ന്, താങ്കളുടെ ചോദ്യത്തിന് മറുപടിയായി നേരത്തെ തന്നെ ഗവൺമെന്റ് നിലപാട് വ്യക്തമാക്കിയത് 2019 2019 ഈ കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം പാർലമെന്റ് ഇലക്ഷനും കഴിഞ്ഞു. അതിനുശേഷം CPM അത്തരം കാര്യങ്ങളെ പറ്റി ആകെ, പാർലമെന്റ് ഇലക്ഷനെ വലിയ തോൽവിയെ പറ്റി ആകെ ചർച്ച ചെയ്ത് ഒരു നിലപാട് സ്വീകരിക്കുകയും ജനങ്ങളുമായി ബന്ധപ്പെട്ട് സന്ദർശന പരിപാടിയൊക്കെ, സമ്പർക്ക പരിപാടിയൊക്കെ നടത്തുകയും ചെയ്തതിനു ശേഷം ആദ്യം അന്നത്തെ CPM സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു, ഈ ഇത്തരം കാര്യങ്ങളിൽ, ആചാരപരമായ കാര്യങ്ങളിൽ സുപ്രീം കോടതിയിൽ നിന്ന് ഒരു പുനഃപരിശോധന ഹർജി ഉൾപ്പെടെ കൊടുത്തിട്ടുണ്ടല്ലോ. തന്ത്ര സമാജവും തന്ത്ര കുടുംബവും ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ വിധി വരുന്ന മുറയ്ക്ക് വിശ്വാസികളുമായി ബന്ധപ്പെട്ട് ആത്മീയ ആചാര്യന്മാരുമായിട്ടും സമുദായ നേതാക്കന്മാരുമായും ചർച്ച ചെയ്തതിന് ശേഷം മാത്രമേ ഇക്കാര്യത്തിൽ ഗവൺമെന്റ് നിലപാട് സ്വീകരിക്കുകയുള്ളൂ എന്ന് പറഞ്ഞാൽ വിശ്വാസ സംരക്ഷണത്തെ, വിശ്വാസികളുടെ താല്പര്യങ്ങളെ ഗവൺമെന്റ് തള്ളുന്നില്ല എന്ന് അന്ന് ആദ്യം കോടിയേരി ബാലകൃഷ്ണൻ പറയുകയും പിന്നീട് മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അത് തന്നെ പരസ്യമായി കേരളീയ പൊതുസമൂഹത്തോട് 2019 എനിക്ക് തോന്നുന്നു സെപ്റ്റംബറിലാണെന്ന് തോന്നുന്നു പരസ്യമായി പറയുകയും ചെയ്തു. അക്കാര്യം ആ നിലപാട് നേരെ മാറ്റിയിട്ടില്ല എന്നാണ് ഇന്നും സുകുമാരൻ നായർ പറയുന്നത്. അതായത് പിന്നീട് യുവതി പ്രവേശനത്തിന് സർക്കാരിന് അധികാരം ഉണ്ടായിരുന്നു, വേണമെങ്കിൽ. കാര്യം സുപ്രീം കോടതി വിധി ഓപ്പണാണ്. ഈ തങ്ങളുടെ അടുത്ത ഭരണഘടനാ ബെഞ്ചിന്റെ വിധി വരുന്നതുവരെ അത് നടപ്പാക്കേണ്ടതില്ല എന്ന് സുപ്രീം കോടതി പറഞ്ഞിട്ടില്ല. പക്ഷെ കേരള ഗവൺമെന്റ് പിന്നീട് ആ അന്നത്തെ നിലപാടിൽ നിന്ന് മാറാൻ, ഈ ഭക്തജനങ്ങളുടെ നിലപാടിനോട് യോജിച്ചു നിന്നുകൊണ്ട് 10നും 50നും ഇടയ്ക്ക് പ്രായമുള്ള യുവതികളെ അവിടെ കയറ്റുന്നതിനുള്ള ഒരു നടപടിയും സംസ്ഥാന സർക്കാർ സ്വീകരിച്ചിട്ടില്ല. അതുകൊണ്ടാണ് സുകുമാരൻ നായർ പറഞ്ഞത് ആ വിധി നടപ്പിലാക്കാനായിട്ട് പിന്നീട് ഗവൺമെന്റ് തയ്യാറായിട്ടില്ല എന്ന് പറഞ്ഞത്. അപ്പം മാറ്റം എന്താണെന്നുള്ളത് വ്യക്തമാണല്ലോ. ഇനി ഗവൺമെന്റിന്റെ നിലപാട്, നാളെ ഇപ്പൊ സുപ്രീം കോടതിയിൽ 3 അംഗ ബെഞ്ചിലാണ് ഇത് വരുന്നതെന്നേ. ഇത് 9 അംഗ ഭരണഘടനാ ബെഞ്ചിന് വിട്ടിട്ടുള്ള കേസാണ്. നാളെ കേസിന്റെ മെറിറ്റിലേക്കല്ല കിടക്കുന്നത്. എന്നാണ് ഈ കേസിനെ എടുക്കാൻ കഴിയുക, മറ്റു വാദങ്ങളിലേക്ക് ഉണ്ടെങ്കിൽ എന്തൊക്കെയാണ് ഭരണഘടനാ ഇഷ്യൂസിന്റെ കാര്യങ്ങളൊന്നും നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നില്ല. അതൊക്കെ വരാൻ പോകുന്ന ഇനി ഏപ്രിലോ മെയ്യിലോ ജൂണിലോ ഒക്കെ ആയിട്ടായിരിക്കും വരിക. അത് അങ്ങനെ ആയിക്കോട്ടെ. 2019 അങ്ങ് പറഞ്ഞതുപോലെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷമാണല്ലോ ശബരിമലയിൽ എടുത്ത നിലപാട് തെറ്റായി പോയെന്ന് സംസ്ഥാന സർക്കാരിന് വെളിപാട് വരുന്നത്. അത് ദേവസ്വം മന്ത്രി അടക്കം ക്ഷമ പറയുന്ന സാഹചര്യമുണ്ടായി. വീടുകൾ തോറും കയറി ഇറങ്ങിക്കൊണ്ട് ഇത് തെറ്റാണ് എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ടായി. പക്ഷെ പിന്നീട് അങ്ങോട്ട് പരസ്യമായ പ്രതികരണങ്ങളൊന്നും ഈ വിഷയത്തിൽ ഉണ്ടായിട്ടില്ല. ഇതിൽ ഉറച്ച നിലപാട്, അത്തരത്തിലൊരു മാറ്റം വരുത്തേണ്ട സാഹചര്യമില്ല എന്നൊക്കെ
വാസവൻ പറയുന്ന ഒരു അവസ്ഥയുണ്ടായി. ദേവസ്വം മന്ത്രിയൊക്കെ കഴിഞ്ഞ നാളുകളിൽ അത്തരത്തിലുള്ള ഒരു നിലപാടൊക്കെയാണ് മുന്നോട്ട് വെച്ചത്. 2019 യഥാർത്ഥത്തിൽ ഇത്തരത്തിലൊരു വെളിപാടുണ്ടാവുന്നത് ഹൈന്ദവ വോട്ടുകൾ പൂർണ്ണമായും CPM-ൽ നിന്ന് അന്യമായി എന്നുള്ളൊരു തിരിച്ചറിവിൽ നിന്നാണ്. അപ്പോൾ ഇപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് കാലം കൂടി വരികയാണ്. ഈ ആഗോള അയ്യപ്പ സംഗമവും ഒക്കെ വിളിച്ചു ചേർത്തത് അന്നത്തെ ഒരു കുറവ്, അന്ന് പറ്റിയ തട്ടുകേട്, അതൊന്ന് മറച്ചെടുക്കാൻ വേണ്ടിയായിരുന്നു, വിശ്വാസി സമൂഹത്തെ കയ്യിലെടുക്കാൻ വേണ്ടിയുള്ള ഒരു ഗിമ്മിക്കായിരുന്നു യഥാർത്ഥത്തിൽ ആഗോള അയ്യപ്പ സംഗമം നടത്തിയത്. അപ്പോൾ ഏതെങ്കിലും വിധത്തിലുള്ള ഒരു ആത്മാർത്ഥത ഇക്കാര്യത്തിൽ ഉണ്ടോ CPM-ന്? അതുപോലെ സർക്കാരിന് ഇക്കാര്യത്തിൽ ഭക്തർക്കൊപ്പം നിൽക്കുന്ന ഒരു നിലപാടുണ്ടോ? അതിൽ സംശയമുണ്ട് ശ്രീ ജയചന്ദ്രൻ. അല്ല, അതിങ്ങനെ ഗവൺമെന്റിനെയും CPM-നെയും ചീത്ത വിളിക്കുന്നത് കൊണ്ട് താങ്കൾക്ക് എന്തെങ്കിലും ആശ്വാസം കിട്ടുന്നെങ്കിൽ ആ ആശ്വാസം അല്ല, എന്റെ ആശ്വാസമല്ലല്ലോ, എന്റെ ആശ്വാസമല്ല ശ്രീ ജയചന്ദ്രൻ. ഇത് പൊതുസമൂഹം ഉന്നയിക്കുന്ന വിഷയമാണ്. ഇന്ന് പ്രതിപക്ഷ നേതാവ് ചോദിച്ചത് ഈ വിഷയത്തിൽ എന്തിനാണ് ഒളിച്ചുകളി? CPM നിലപാട് വ്യക്തമാക്കണം, മുഖ്യമന്ത്രി നിലപാട് വ്യക്തമാക്കണം. താങ്കളുടെ ചോദ്യത്തിന് ഇങ്ങനെ നിരനിരയായ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് മാത്രമായില്ല, അതിനുള്ള മറുപടി കേൾക്കാനുള്ള ക്ഷമയും കൂടെ ദയവായി പറയൂ. പരസ്യമായി നിലപാടിൽ മാറ്റം വരുത്തുമെന്ന് ഏത് ഘട്ടത്തിലാണ്, ആരാണ് പറഞ്ഞിട്ടുള്ളത്? അതിങ്ങനെ ഒറ്റ വായിൽ 4 ചോദ്യങ്ങൾ ഒരേപോലെ ചോദിച്ചാൽ അതിന് സമയം തന്നാൽ മതി, എനിക്കൊരു പ്രശ്നവുമില്ല. അങ്ങ് മറുപടി പറയൂ, അങ്ങയുടെ മറുപടിക്കാണ് കാത്തിരിക്കുന്നത്. അതെ, അതാണല്ലോ പറയുന്നത്. താങ്കൾ അങ്ങനെ ആശ്വസിക്കുന്നെങ്കിൽ എനിക്ക് വിരോധമൊന്നുമില്ല. പക്ഷേ ഇത് ഈ സ്വന്തം നേട്ടങ്ങൾക്കാണെന്നൊക്കെ പറയുന്നവർ ആര് പറഞ്ഞാലും, നീലിമയല്ല, VD സതീശനല്ല, ആരൊക്കെ ആണെങ്കിലും പറയുന്നവർ ആരൊക്കെയാണോ അവരോടൊക്കെ ആയിട്ടുള്ള മറുപടിയാണ് പറയുന്നത്. 1990 ഒരു പമ്പാ സംഗമം നടന്നിരുന്നല്ലോ. എന്താണ് അതിനെക്കുറിച്ച് അങ്ങ് കേട്ടിട്ടുണ്ടോ? നീലിമ അങ്ങനെ വല്ലതും പമ്പാ സംഗമം എന്ന് കേട്ടിട്ടില്ലെങ്കിൽ ഒന്ന് അന്വേഷിച്ച് നോക്കിയാൽ മതി. ദേവസ്വം ബോർഡുമായിട്ട് ബന്ധപ്പെട്ട അതിന്റെ രേഖകളൊക്കെ കിട്ടുകയും ചെയ്യും. ഇന്നത്തെ ഇത്തവണ ഒരു ദിവസം ഉള്ളായിരുന്നു. പക്ഷേ ഇന്നത്തെ ആർഭാട സംഗമം പോലെ ആയിരുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അന്നത്തെ പമ്പാ സംഗമം. അല്ല, അതല്ലേ പറഞ്ഞത്, 3 ദിവസമായിരുന്നു നടന്നതെന്ന്. കേരളത്തിലെ ഈ ആത്മീയ തലത്തിലും രാഷ്ട്രീയ തലത്തിലും ബൗദ്ധിക തലത്തിൽ മറ്റു വ്യവഹാരങ്ങൾ ഏർപ്പെടുന്ന നിത്യചൈതന്യ അടക്കമുള്ള കുമ്മനം രാജശേഖരനെ പോലുള്ളവർ അടക്കമുള്ള ഒരുപാട് ആൾക്കാർ പങ്കെടുത്ത വലിയൊരു പരിപാടിയായിരുന്നു 1990 പമ്പാ സംഗമം. പി പരമേശ്വരൻ പങ്കെടുത്ത, അന്ന് നായനാർ സർക്കാരാണ് ഭരിച്ചിരുന്നത്. അന്നും ഇടതു സർക്കാർ തന്നെ ആയിരുന്നു. അടുത്ത വർഷം 4 വർഷം തികയുന്ന സമയത്ത് 91-ലാണ് അന്ന് ഇലക്ഷനിലേക്ക് പോകുന്നത്. അത് 2025 വേറൊരു ആഗോള അയ്യപ്പ സംഗമം നടന്നു. അതിനെ രാഷ്ട്രീയ നേട്ടത്തിനായി വ്യാഖ്യാനിക്കുന്നവർ എന്തുകൊണ്ടാണ് അന്നത്തെ പമ്പാ സംഗമത്തെ രാഷ്ട്രീയ നേട്ടത്തിനായിട്ട് വ്യാഖ്യാനിക്കാൻ അതാണ് അങ്ങ് ഈ ഘട്ടത്തിൽ ഉയർത്തുന്ന ചോദ്യം. ഞാൻ രണ്ടാം ഘട്ടത്തിലേക്ക് വരുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങളിലേക്ക് വരാം.